PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ജിയോഗ്രഫിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു പോകണം. അപ്പം ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഏത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരാർദ്ധഗോളമാണ്. അതായത് ഇപ്പം ഇതാണ് ഭൂമിയെങ്കിൽ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഈ തിരിക്കുന്ന ഈ രേഖയെ പറയുന്ന പേരാണ് എന്ത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത് അല്ലെ. ഭൂമിയെ 2 അർദ്ധഗോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ മുകളിൽ കാണുന്ന ഇതാണ് എന്ത്? ഉത്തരാർദ്ധഗോളം അല്ലെ. ഇതാണ് ഉത്തരാർദ്ധഗോളം, ഇത് ദക്ഷിണാർദ്ധഗോളവുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഏത് അർദ്ധഗോളത്തിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ് അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്? ഏഷ്യയാണ് അല്ലെ. ഏറ്റവും വലിയ ഭൂഖണ്ഡമായിട്ടുള്ള, ഏറ്റവും വലിയ വൻകരയായിട്ടുള്ള ഏഷ്യയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത് അല്ലെങ്കിൽ വൻകര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉപഭൂഖണ്ഡത്തിലാണ് എന്ന് ചോദിച്ചാൽ, ഏത് ഉപഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന മറ്റു രാജ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യ ഏത് ഉപഭൂഖണ്ഡത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൽ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെ സ്ഥാനമാണെന്ന് ചോദിച്ചാൽ 7ാം സ്ഥാനമാണ്. ഓക്കെ, ഇന്ത്യക്ക് ലോകത്തിൽ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രാമത്തെ സ്ഥാനമാണ്? 7ാമത്തെ സ്ഥാനമാണ് ഉള്ളത്. എന്നാൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. ഓക്കെ, വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനവും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. ആദ്യത്തേത് എന്തായിരുന്നു പറഞ്ഞത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ചോദിച്ചാൽ ഏതാണ്? ഉത്തരാർദ്ധഗോളം. ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഏഷ്യ വൻകരയിലാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ വിസ്തൃതി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വിസ്തൃതി ലോക വിസ്തൃതിയുടെ 2.42%. ഓക്കെ, ലോക വിസ്തൃതിയുടെ 2.42% മാത്രമാണ് എന്ത്? ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ജനസംഖ്യ, ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ 17.5%. ഓക്കെ ആണല്ലോ. ലോക വിസ്തൃതിയുടെ എന്താണ് ആ കാര്യത്തിൽ? ഇന്ത്യൻ വിസ്തൃതി ലോക വിസ്തൃതിയുടെ 2.42% പറഞ്ഞു. അതുപോലെ ജനസംഖ്യ, ഇന്ത്യയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5% നമ്മൾ പറഞ്ഞു. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ്. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് 7ാം
സ്ഥാനമാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ. ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ മറ്റു 6 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. അതിന്റെ എല്ലാം തലസ്ഥാനം കൂടെ ഒന്ന് ഓർത്തിരിക്കണം. റഷ്യയുടെ തലസ്ഥാനം മോസ്കോയാണ്. ഓക്കെ ആണല്ലോ. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം റഷ്യ, തലസ്ഥാനം മോസ്കോ. 2ാം സ്ഥാനം കാനഡയ്ക്കാണ്, അതിന്റെ തലസ്ഥാനം ഒട്ടാവ. 3ാം സ്ഥാനം USA, വാഷിംഗ്ടൺ DC ആണ് എന്ത് വരുന്നത്, തലസ്ഥാനം വരുന്നത്. ദെൻ ചൈനയാണ് 4ാം സ്ഥാനത്ത്, ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് ആണ്. ദെൻ 5ാം സ്ഥാനം ബ്രസീൽ, അതിന്റെ തലസ്ഥാനം ബ്രസീലിയ അല്ലെ, ബ്രസീലിയ. ദെൻ 6ാം സ്ഥാനം ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ. ദെൻ 7ാം സ്ഥാനം ഇന്ത്യയുടെ തലസ്ഥാനം എല്ലാവർക്കും അറിയാം, ന്യൂഡൽഹി അല്ലെ. അപ്പൊ ഇത്രയുമാണ് എന്ത്, വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 7 രാജ്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 7ാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണെന്നുള്ളത് എന്തായാലും ഓർത്തിരിക്കണം. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മറ്റ് 6 രാജ്യങ്ങളും കൂടെ കൂട്ടത്തിലൊന്ന് ഓർത്തിരിക്കുക. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ, കാനഡ ഒട്ടാവ, USA വാഷിംഗ്ടൺ DC, ചൈന ബീജിംഗ്, ബ്രസീൽ ബ്രസീലിയ, ഓസ്ട്രേലിയ കാൻബറ, ഇന്ത്യ ന്യൂഡൽഹി. ഓക്കെ ആണല്ലോ. അപ്പൊ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് രാജ്യങ്ങളുടെ ക്രമം ഒന്ന് പഠിച്ചിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 7 രാജ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത് എത്ര രാജ്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 7 രാജ്യങ്ങളാണ് വരുന്നത്. അതിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്, അത് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളിൽ 7 രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ മറ്റു 6 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ? ഇവിടെ നോക്കാം, ഇന്ത്യയുടെ ഏകദേശം ഒരു ചിത്രമൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത്. ആദ്യത്തേത് പറഞ്ഞു എന്താണ്, ഇന്ത്യയാണ് ഏറ്റവും വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ത്യ ഉണ്ട്. ദെൻ പാകിസ്ഥാൻ, നേപ്പാൾ, ഇവിടെ വരുന്ന ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇവിടെ ഉണ്ട് ഒരു ചെറിയ രാജ്യം ഏതാണ്, മാലിദ്വീപ് അല്ലെ. അപ്പൊ ഇത്രയും രാജ്യങ്ങളാണ്, 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യ ഉണ്ട്, ദെൻ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇത് തെറ്റിപ്പോവാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. NIPA, നിപ്പ MBBS. ഓർത്തിരിക്കുക, എന്താണ് നിപ്പ MBBS. ഇതാണ് നമ്മുടെ കോഡ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളുടെ കോഡാണ്, ഞാൻ ഉണ്ടാക്കിയ കോഡാണ്. അപ്പൊ എന്താ നിങ്ങൾക്ക് യൂസ് ആകുമെങ്കിൽ ഇത് ഉപയോഗിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ 7 രാജ്യങ്ങളുടെ പേര് പഠിച്ചു വെക്കാം. നിപ്പ MBBS എന്ന് ഓർത്തിരിക്കുക. N എന്ന് പറയുന്നത് നേപ്പാൾ ആണ്, I എന്ന് പറയുന്നത് ഇന്ത്യ, പ എന്ന് പറയുന്ന പാകിസ്ഥാൻ, M എന്ന് പറയുന്നത് മാലിദ്വീപ്, B എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, ദെൻ അടുത്ത B ഏതാണ്, ഭൂട്ടാൻ, ദെൻ S എന്ന് പറയുന്നത് എന്താണ്, ശ്രീലങ്ക. അപ്പൊ ഈ 7 രാജ്യങ്ങളാണ് എവിടെ വരുന്നത്, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത്. അതിൽ ഏറ്റവും വലിയ രാജ്യം നമ്മുടെ ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്, മാലിദ്വീപുമാണ്. ഓക്കെ, ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, മാലിദ്വീപാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങൾ പഠിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന 7 രാജ്യങ്ങളും കൂടെ ചേരുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു. അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കായിട്ട് വരുന്നത് ആരാണ്, ഹിമാലയമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് എന്ന് പറയുന്നത് ഹിമാലയമാണ്. ദെൻ തെക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഇന്ത്യൻ മഹാസമുദ്രമാണെന്നറിയാം. ഓക്കെ, വടക്കായി തെക്കായി. ഇനി തെക്കു കിഴക്ക് എന്ന് പറയുന്നത് ആരാണ്, നമുക്കറിയാം ബംഗാൾ ഉൾക്കടൽ അല്ലെ. തെക്കു കിഴക്കായിട്ട് വരുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അങ്ങനെയാണെങ്കിൽ തെക്കു പടിഞ്ഞാറായിട്ട് വരുന്നത് ആരായിരിക്കും, അറബിക്കടൽ അല്ലെ. വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, തെക്കു കിഴക്ക് ബംഗാൾ ഉൾക്കടലും തെക്കു പടിഞ്ഞാറ് അറബിക്കടലുമായി. അങ്ങനെയാണെങ്കിൽ വടക്കു പടിഞ്ഞാറ് ആരാണ്, വടക്കു പടിഞ്ഞാറ് ഹിമാലയത്തിന്റെയും അറബിക്കടലിന്റെയും അല്ലെ. വടക്കു പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ഹിന്ദു കുഷാണ്. ഹിന്ദു കുഷ് എന്ന് പറയുന്ന പർവ്വത നിരയാണ് ഇവിടെ വരുന്നത് വടക്കു പടിഞ്ഞാറായിട്ട് വരുന്നത്. അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ആ ഭാഗത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഹിന്ദു കുഷ്. പഠിച്ചിരിക്കണം. വടക്കു പടിഞ്ഞാറ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെയാണ്, ഇന്ത്യയുടെ അല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറായിട്ട് വരുന്നത് ആരാണ്, ഹിന്ദു കുഷ് ആണ്. ദെൻ വടക്ക് കിഴക്കായിട്ട് കാണപ്പെടുന്നത്, വടക്കു കിഴക്കായിട്ട് കാണപ്പെടുന്ന ആരാണ്,
പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽ, കിഴക്കൻ മലനിരകൾ എന്നൊക്കെ പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്കു കിഴക്ക് പൂർവാചൽ, തെക്കു കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്കു പടിഞ്ഞാറ് അറബിക്കടൽ, ദെൻ വടക്കു പടിഞ്ഞാറ് ആരാണ്? ഹിന്ദു കുഷ്. ഓക്കെ ആണല്ലോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം, തെറ്റിക്കരുത്. തെക്ക് ഭാഗം നമുക്ക് ഈ പിക്ചർ മനസ്സിൽ ആലോചിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും, ഇങ്ങനെ കാണാതെ എഴുതി പഠിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയം, ദെൻ തെക്ക് കിഴക്കായിട്ട് നമുക്കറിയാം ഇപ്പം രണ്ടിടം എന്താണ്? സമുദ്രങ്ങളാണ് അല്ലെ, 3 ഭാഗവും സമുദ്രങ്ങളാണ്. അപ്പൊ ഇവിടെ തെക്കു കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്കു പടിഞ്ഞാറ് അറബിക്കടൽ, ദെൻ വടക്കു പടിഞ്ഞാറ് ഹിന്ദു കുഷ്, വടക്കു കിഴക്ക് എന്താണ്? പൂർവാചൽ, ഈസ്റ്റേൺ ഹില്ലാണ്, ഈസ്റ്റേൺ ഹിൽ, പൂർവാചൽ, കിഴക്കൻ മലനിരകൾ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മറക്കരുത്, ഓർത്തിരിക്കണം. നമ്മളിപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണ്, അതിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ അതിർത്തി ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. ഉപദ്വീപ് എന്ന് വെച്ചാല് 3 വശവും എന്താണ്? സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. 3 വശവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗത്തെ പറയുന്ന പേരാണ് ഉപദ്വീപ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉപദ്വീപീയ രാഷ്ട്രമാണ്. കാരണം എന്താണ്? നമുക്കറിയാം തെക്ക് ഭാഗത്ത് ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, ഇവിടെ ബംഗാൾ ഉൾക്കടലുണ്ട്, ഇവിടെ അറബിക്കടലുണ്ട്. അപ്പൊ 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ എന്താണ്? ഒരു ഉപദ്വീപീയ രാഷ്ട്രമാണ്. സോ ഇന്ത്യയുടെ ഉപദ്വീപീയ രാഷ്ട്രം എന്ന് പറയുമ്പോൾ, ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമായിട്ട് വരും അല്ലെ. ഇവിടെ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ഇത്രയും പോർഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഉപദ്വീപ്. ഇതാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ആണ് വരിക. ഈ ഇന്ത്യൻ ഉപദ്വീപിന്റെ എന്താണ്? തെക്കെന്താണ്, വടക്കെന്താണ് എന്നുള്ള കാര്യങ്ങളും ഓർത്തിരിക്കേണ്ടതാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക്, ഓക്കെ, വടക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ആണ് ഉപദ്വീപ്. അപ്പൊ അതിന്റെ വടക്ക് ഭാഗം എന്താണ്? ഇതാണ് വരിക അല്ലെ. ഇവിടെ എന്ന് പറയുന്നത് വിന്ധ്യ മലനിരകളാണ്. ഓക്കെ, വിന്ധ്യ മലനിരകളാണ് എന്തിന്റെ? ഉപദ്വീപിന്റെ. ഓക്കെ, ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് വിന്ധ്യ മലനിരകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഹിമാലയം പറഞ്ഞു അല്ലെ. അതുപോലെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ആണ്, സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗമാണ്. അപ്പൊ ഇത്രയും പോർഷൻ ആണ് ഉപദ്വീപ്. ഉപദ്വീപിന്റെ വടക്ക് എന്താണ്? വിന്ധ്യ മലനിരകളാണ്. ദെൻ തെക്ക് എന്ന് പറയുന്നത് ഇവിടെ തെക്ക് വരുന്നത് കന്യാകുമാരിയാണ്. ഓക്കെ, ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് അറ്റം വരുന്നത് എന്താണ്? തെക്കേ അറ്റം കന്യാകുമാരി, വടക്ക് വിന്ധ്യ മലനിരകൾ. ദെൻ നമുക്കറിയാം കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്, പടിഞ്ഞാറ് അറബിക്കടലാണെന്ന് അറിയാം. ഓക്കെ ആണല്ലോ. അപ്പൊ തെറ്റിക്കരുത്, കിഴക്കും പടിഞ്ഞാറും നിങ്ങൾക്കറിയാം. തെക്കേ അറ്റം കന്യാകുമാരിയാണെന്ന് ഓർത്തിരിക്കുക. ദെൻ വടക്കേ അറ്റം വിന്ധ്യ മലനിരകൾ, വടക്ക് വിന്ധ്യ എന്ന് ഓർത്തിരിക്കുക. വടക്കേ അറ്റം വിന്ധ്യ മലനിരകൾ, തെക്ക് കന്യാകുമാരി, ദെൻ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. ഇനി ഇവിടുന്ന് മറ്റു 2 ചോദ്യം കൂടെ ഉണ്ടാവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര എന്തിന്റെ? ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ, അതായത് ഈ ഭാഗത്ത് വരുന്ന പർവ്വതനിര, ഓക്കെ, പടിഞ്ഞാറേ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഓക്കെ, പശ്ചിമഘട്ടം എന്താണ്? പശ്ചിമഘട്ട പർവ്വതനിരയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയാണ് എന്തെന്ന് പറയുന്നത്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്തായിട്ട് വരുന്ന പടിഞ്ഞാറേ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അപ്പൊ കിഴക്കേ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര എന്താണ്? പൂർവഘട്ടം. എന്താണ്? ഇന്ത്യൻ ഉപദ്വീപിന്റെ ആണ്, ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ഉപഭൂഖണ്ഡമല്ല, ഇന്ത്യയുമല്ല, ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടവും ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര എന്താണ്? പൂർവഘട്ടവുമാണ്. ഓക്കെ ആണല്ലോ, മാറിപ്പോകരുത്. അപ്പൊ ഇന്ത്യൻ ഉപദ്വീപാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് വിന്ധ്യ മലനിരകളും തെക്ക് കന്യാകുമാരിയും അതുപോലെ കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. ദെൻ പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതനിരയാണ് പശ്ചിമഘട്ടം, കിഴക്ക് ഭാഗത്തുള്ള പർവ്വതനിരയാണ് പൂർവഘട്ടം. പൂർവ്വം എന്ന് വെച്ചാൽ കിഴക്ക്, പശ്ചിമം എന്ന് വെച്ചാൽ പടിഞ്ഞാറ് അല്ലെ. അപ്പൊ പശ്ചിമഘട്ടവും
പൂർവ്വഘട്ടവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുകൂടെ എന്താണ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. വടക്ക് വിന്ധ്യ മലനിരകൾ, തെക്ക് കന്യാകുമാരി, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതനിര പശ്ചിമഘട്ടം, കിഴക്ക് ഭാഗത്തുള്ള പർവ്വതനിര പൂർവ്വഘട്ടം. നമ്മളിപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് വടക്ക് കിഴക്കൊക്കെ പഠിച്ചു. അതുപോലെ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് വടക്ക് കിഴക്കൊക്കെ പഠിച്ചു. ഇനി പഠിക്കുന്നത് നമ്മൾ ഇന്ത്യയുടെയാണ്. ഓക്കെ, തെറ്റിപ്പോകരുത്. ഇത് എല്ലാം കൂടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ഉപദ്വീപം, അത് രണ്ടും തറോ ആയിട്ടതിന് ശേഷം ഇന്ത്യയുടെ പഠിക്കുക. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ കോളാണ്. എന്താണ്? ഇന്ദിരാ കോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ കോളാണ്. ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാ കോൾ ലഡാക്കിലാണ്. ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. ദെൻ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന അല്ലെ, നമുക്ക് എന്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപും ലക്ഷദ്വീപൊക്കെ എവിടെ വരുന്നുണ്ട്? ഇന്ത്യയിൽ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ വരുന്ന ഗ്രേറ്റ് നിക്കോബാറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ദിരാ പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തായിട്ട് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗത്ത് വരുന്ന ഇന്ദിരാ പോയിന്റ് ആണ് എന്ത്? ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ കോളാണ്. ഇന്ദിരാ കോൾ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്, ഗ്രേറ്റ് നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ്? തെക്ക് കഴിഞ്ഞു, വടക്ക് കഴിഞ്ഞു. ദെൻ പടിഞ്ഞാറ് ഭാഗത്തെ സംസ്ഥാനം നമുക്കറിയാം എന്താണ്? ഗുജറാത്ത് ആണ്. സോ ഗുജറാത്തിൽ വരുന്ന എന്താണ്? ഗുഹാർ മോത്തിയാണ്. ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ് എന്ത്? ഇന്ത്യയുടെ പടിഞ്ഞാറ്. ഗുജറാത്തിലെ ഗുഹാർ മോത്തി, ഗു എന്ന് ഓർത്തിരിക്കുക. ഗുജറാത്ത് ഇവിടെയാണ്. സോ പടിഞ്ഞാറ് വരുന്നത് എന്താണ്? ഗുഹാർ മോത്തിയാണ്. ദെൻ കിഴക്ക് വരുന്നത് കിബിത്തു. അരുണാചൽ പ്രദേശിൽ വരുന്ന കിബിത്തു ആണ് കിഴക്ക്. കിബിത്തു. പടിഞ്ഞാറ് ഗുഹാർ മോത്തി, തെക്ക് ഇന്ദിരാ പോയിന്റ്, വടക്ക് ഇന്ദിരാ കോള്. ഓർക്കുമല്ലോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കരുത്. ഇന്ത്യയുടെ വടക്കേ അറ്റം ചോദിച്ചാൽ ഏതാണ്? ഇന്ദിരാ കോള്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഹിമാലയം, തെക്കെന്തായിരുന്നു? ഇന്ത്യൻ മഹാസമുദ്രം, വടക്കു പടിഞ്ഞാറ് ഹിന്ദു കുഷ് അല്ലെ, ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കാണ് ചോദിച്ചെങ്കിലോ വിന്ധ്യ മലനിരകൾ, തെക്കേറ്റം ചോദിച്ചാൽ കന്യാകുമാരി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, വൃത്തിയായിട്ട് പഠിച്ചെടുക്കണം. ഇനി അടുത്തത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളാണ് ഉള്ളത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളാണ്? 9 രാജ്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പഠിച്ചു അല്ലെ, 7 രാജ്യങ്ങൾ പഠിച്ചു. 7 രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടും. ഇന്ത്യ അല്ലാതെ ബാക്കിയുള്ള 6 രാജ്യങ്ങൾ ഉൾപ്പെട്ടാൽ ഒരു 3 രാജ്യങ്ങളും കൂടെ ചേർത്താൽ എന്തായി? 9 രാജ്യങ്ങളായി. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങൾ. അതിലുള്ള 6 രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന 6 എണ്ണവും ഒരു 3 എണ്ണവും കൂടെ ചേർത്ത് പഠിച്ചാൽ മതി. അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ട് ഒരു കോഡ് ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഏതൊക്കെയാണ്? ഇവിടെ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനും ഉണ്ട്, അഫ്ഗാനിസ്ഥാനും ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇവിടെ കുറച്ചാണ്. ഓക്കെ, ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്റർ ആണ്. ഓക്കെ, ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ദെൻ മാലിദ്വീപ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമർ, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന. ഓക്കെ, ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് എന്ത്? ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ഓക്കെ ആണല്ലോ. ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, മാലിദ്വീപ്, ശ്രീലങ്ക. ഈ 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണ്? 9 എണ്ണം വരുമോ? ഇല്ല. കാരണം എന്താ? ശ്രീലങ്കയും മാലിദ്വീപും ഇവിടെ എന്ത് അതിർത്തിയാണ് പങ്കിടുന്നത്? ഇവിടെ ചുറ്റും, ഇവിടെ അറബിക്കടൽ, ഇവിടെ ബംഗാൾ ഉൾക്കടൽ, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം അല്ലെ. അപ്പൊ സമുദ്ര അതിർത്തി പങ്കിടുന്നവയാണ് ആരൊക്കെ? ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുമായി സമുദ്ര അതിർത്തിയാണ്, കടൽ അതിർത്തിയാണ് പങ്കിടുന്നത്. അപ്പൊ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്ര എണ്ണം ആകും?
7 എണ്ണമാണ്. ഓക്കെ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളുടെ എണ്ണവും 7. അതുപോലെ തന്നെ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. അപ്പൊ 7 വെച്ചിട്ട് നമുക്ക് 3 ആൻസർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആയിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 ആണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാലും എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ള 2 എണ്ണം എന്താണ് പങ്കിടുന്നത്? സമുദ്ര അതിർത്തിയാണ്. ഏതൊക്കെയാണ്? മാലിദ്വീപും ശ്രീലങ്കയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 9 രാജ്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടുള്ള കോഡ് നോക്കൂ. ANSI MBBS PMI. ANSI MBBS PMI. ആൻസിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ANC ആണ് കേട്ടോ. ANSI ANC എന്ന് എഴുതാം. ANSI MBBS PMI എങ്ങനെയെങ്കിലുമൊക്കെ ഓർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കോഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ യൂസ്ഫുൾ ആകും എന്നുള്ളവർക്ക് അത് വെച്ച് പഠിക്കാം. അല്ലാത്തവർ ആ 9 രാജ്യങ്ങളുടെ പേരങ്ങ് കാണാപ്പാടം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ANSI MBBS PMI എന്ന് ഓർത്തിരിക്കുക. ANSI എന്നുള്ളതിലെ A എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. N എന്ന് പറയുന്നത് നേപ്പാൾ. C എന്ന് പറയുന്നത് ചൈന. M എന്ന് പറയുന്നത് മാലിദ്വീപ്. B എന്ന് പറയുന്നത് ഭൂട്ടാൻ. നെക്സ്റ്റ് B ബംഗ്ലാദേശ്. S എന്ന് പറയുന്നത് ശ്രീലങ്ക. ദെൻ P എന്ന് പറയുന്നത് പാകിസ്ഥാൻ. M എന്ന് പറയുന്നത് മ്യാൻമർ ആണ് കേട്ടോ, വിട്ടുപോയതാണ്, മ്യാൻമർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന 6 എണ്ണം ഒഴിച്ച് ബാക്കി എത്ര എണ്ണമാണ് എക്സ്ട്രാ? മ്യാൻമറും അഫ്ഗാനിസ്ഥാനും ചൈനയുമാണ് എക്സ്ട്രാ വരുന്നത്. ആ 3 എണ്ണം കൂടെ ഓർത്ത് വെച്ചാൽ എന്തായി? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ആയാലും എന്തായി? ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായി. ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരാം. എങ്ങനെയൊക്കെ ചോദിക്കാം? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുമായി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ മാലിദ്വീപാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചെറിയ രാജ്യം ചോദിച്ചാൽ മാലിദ്വീപാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ എന്താണ്? ആൻസർ മാറും. ഇവിടെ മാലിദ്വീപ് എന്ത് അതിർത്തിയാണ് പങ്കിടുന്നത്? കടൽ അതിർത്തിയാണ് പങ്കിടുന്നത്, അല്ലെ? അപ്പൊ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭൂട്ടാനാണ് വരിക. ഓക്കെ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈനയും, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ മാലിദ്വീപും, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാൻ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് തന്നെയാണ്? ചൈന തന്നെയാണ്. മാറിപ്പോകരുത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യവും ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്നൊക്കെ ചോദിച്ചാലും ചൈന തന്നെയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ മാലിദ്വീപാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാനാണ്. ഓക്കെ, തെറ്റിക്കരുത്. ഇനി ഇപ്പൊ നമ്മള് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം, ചെറിയ രാജ്യം പറഞ്ഞു. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചോദ്യം മാറിയില്ലേ? അപ്പോൾ ബംഗ്ലാദേശാണ് ഉത്തരം വരിക. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അഫ്ഗാനിസ്ഥാൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ തെറ്റിക്കരുത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈന, കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാലും ചൈനയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? മാലിദ്വീപാണ്. ഓക്കെ ആണല്ലോ. തെറ്റിക്കാതെ പഠിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചു. നമുക്ക് അതിർത്തി രേഖകളെ കുറിച്ച് കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രേഖകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൂടെ ഒന്ന് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. എന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖ.
ദെൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള രേഖയാണ് ഡ്യൂറൻഡ് രേഖ. എന്താണ്? ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഡ്യൂറൻഡ് രേഖ. പാകിസ്ഥാന് കൂടെയുള്ളത് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഡ്യൂറൻഡ് രേഖ. ഇന്ത്യയും ചൈനയും തമ്മിൽ മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിൽ മക്മോഹൻ രേഖയാണ്. ദെൻ ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബഗ കോറിഡോർ. ബംഗ്ലാദേശ് കോറിഡോർ. ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാതിൽ എന്നുള്ള രീതിയിൽ. ഇവിടെ ബംഗ്ലാദേശിനോട് നോക്കാം, 1 2 3 3 വശവും എന്താണ്? 3 വശവും വാതിലാണ്, ഡോറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ബംഗ്ലാദേശ് തീൻ ബഗ കോറിഡോർ എന്ന് ഓർത്തിരിക്കുക. ദെൻ ഇന്ത്യ ഭൂട്ടാൻ മാനസ് സംരക്ഷണ കേന്ദ്രം. ഇന്ത്യ ഭൂട്ടാൻ എന്നുള്ളത് പൂട്ടുക. എന്തിനാണ് നമ്മൾ പൂട്ടുന്നത്? സംരക്ഷിക്കാനാണ് അല്ലെ? എന്തെങ്കിലും ഒരു സാധനത്തെ സംരക്ഷിക്കാനാണ് നമ്മൾ പൂട്ടുന്നത്. അപ്പൊ ഭൂട്ടാൻ പൂട്ടുക എന്ന് ഓർക്കുക. സംരക്ഷണ കേന്ദ്രം. അപ്പൊ ഇന്ത്യ ഭൂട്ടാൻ മാനസ് സംരക്ഷണ കേന്ദ്രം ആ രീതിയിൽ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തിയാണ് പാക് കടലിടുക്ക്. ഇവിടെ നമുക്കറിയാം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ എന്താണ്? സമുദ്ര അതിർത്തിയാണ്. അപ്പൊ ഇവിടെ കടലാണ് അല്ലെ? അപ്പൊ കടലിടുക്ക് ആ രീതിയിൽ ഓർത്തെടുക്കാം. ദെൻ ഇന്ത്യ മാലിദ്വീപ് തമ്മിലുള്ള അതിർത്തിയാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ളതാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ മ്യാൻമർ എന്ന് പറയുന്നത് പട്കായ് ഭാഗം. ഓക്കെ, പട്കായ് ഭാഗം. ദെൻ ഇന്ത്യ നേപ്പാൾ തമ്മിലുള്ളത് മഹാഭാരത പർവ്വതനിര. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് എന്ത്? അതിർത്തി രേഖകൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത് ഡ്യൂറൻഡ് രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് മക്മോഹൻ രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബഗ കോറിഡോർ. അങ്ങനെ ഓർത്തിരിക്കുക. ഇന്ത്യ ഭൂട്ടാൻ മാനസ് സംരക്ഷണ കേന്ദ്രം. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ മ്യാൻമർ പട്കായ് ഭാഗം. ഇന്ത്യ നേപ്പാൾ മഹാഭാരത പർവ്വതനിര. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് എന്ത്? ഇന്ത്യൻ അതിർത്തി രേഖകൾ. ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യയുടെ പൂർവ്വരേഖാംശം അല്ലെങ്കിൽ ഉത്തര അക്ഷാംശം ഏത് എന്നത് എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നോക്കാം. ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിലാണ് എന്തെന്ന് വരുന്നത്? ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയുടെ പൂർവ്വരേഖാംശം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും ഇടയിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയുടെ പൂർവ്വരേഖാംശം വരുന്നത്. അതുപോലെ ഇന്ത്യയുടെ മാനകരേഖാംശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സമയമേഖല. ഓക്കെ, ഇന്ത്യയുടെ എന്താണ്? പ്രാദേശിക സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി 30 കിഴക്ക് രേഖാംശം നോക്കിയിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ മാനകരേഖാംശം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് ഇത് 2-3 തവണ ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ മാനകരേഖാംശം ഏത്, അല്ലെങ്കിൽ പ്രാദേശിക സമയം കണക്കാക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 82 ഡിഗ്രി 30 കിഴക്ക് രേഖാംശമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? അതും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 3214 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. 3214 കിലോമീറ്റർ ആണ്. ദെൻ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ആണ് എന്ത്? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണെന്നുള്ളത് കര അതിർത്തി ചോദിച്ചിട്ടുണ്ട്. 15106.7 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത്. അതുപോലെ കടൽ തീരത്തിന്റെ നീളം ചോദിച്ചിട്ടുണ്ട്. 7516.6 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ കടൽ തീരം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ജനസംഖ്യ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. 121 കോടി എന്ന് ചിലതിൽ കൊടുത്തിട്ടുണ്ട്, അല്ലാത്തതിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഓരോ അക്കമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് കറക്റ്റായിട്ട് അങ്ങനെ തരാം, അല്ലെങ്കിൽ 121 കോടി എന്ന് തരാം. അപ്പം റൗണ്ടായിട്ട് പഠിച്ചിരിക്കുക. 121 കോടിയാണ് എന്ത്? ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്.
ദെൻ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതുപോലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 17.7% ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചാ നിരക്ക്. കേരളത്തിൻ്റെതും ഇന്ത്യയുടേതും കൂടിയിട്ട് തെറ്റിപ്പോകാൻ പാടില്ല. നമ്മൾ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ച കൂട്ടത്തിൽ ഇതുപോലെ എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഇന്ത്യയുടേത് എത്രയാണ്? 17.7%. ദെൻ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 943:1000 എന്നുള്ളതാണ്. ഓക്കെ, 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്ന കണക്കിലാണ് ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ സാക്ഷരതാ നിരക്ക് 74.04% എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ മാനക രേഖാംശം ചോദിച്ചിട്ടുണ്ട്. തെക്ക് വടക്ക് നീളം എത്രയാണെന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കര അതിർത്തി ചോദിച്ചിട്ടുള്ളതാണ്. ജനസാന്ദ്രത ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി മറ്റുള്ളതെല്ലാം ചോദിക്കില്ല എന്നില്ല, ഇനിയും ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുത്ത് പഠിക്കണം. അടുത്തത് ഏറ്റവും വലിയ സംസ്ഥാനം. നമുക്കറിയുന്ന കാര്യങ്ങളായിരിക്കും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം പഠിച്ചുകൊണ്ട് വേണം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം നോക്കാം. ഏറ്റവും വലിയ സംസ്ഥാനം നമുക്കറിയാം ഏതാണ്? രാജസ്ഥാനാണ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം നമുക്കറിയാം ഗോവയാണ് അല്ലെ? ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ദെൻ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കുറവ് ജനസംഖ്യ എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉത്തർപ്രദേശിലും ഏറ്റവും കുറവ് ജനസംഖ്യ സിക്കിമിലാണ്. അതുപോലെ ജനസാന്ദ്രത കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ഓക്കെ, ജനസാന്ദ്രത കൂടുതൽ ബീഹാറിലാണ്. ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഉത്തർപ്രദേശിലും കുറവ് ജനസംഖ്യ ഉള്ളത് സിക്കിമിലാണ്. ജനസാന്ദ്രത കൂടുതൽ ബീഹാറിലും ജനസാന്ദ്രത കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലുമാണ്. ദെൻ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ മേഘാലയയിലാണ്. ജനസംഖ്യ വളർച്ചാ നിരക്കാണെങ്കിൽ കൂടുതൽ എവിടെയാണ്? മേഘാലയയിലും കുറവ് നാഗാലാൻഡിലുമാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ മേഘാലയയിലും കുറവ് നാഗാലാൻഡിലുമാണ്. അതുപോലെ സാക്ഷരത ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ, ഇന്ത്യയിലെ സാക്ഷരത കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. കേരളത്തിന്റെ സാക്ഷരത നമ്മൾ പഠിച്ചിട്ടുണ്ട്. 93.91% എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത്. ഇനി സാക്ഷരത ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ബീഹാറിലാണ്. ഓക്കെ, ബീഹാറിലാണ് സാക്ഷരത ഏറ്റവും കുറവ്. അതുപോലെ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലും എവിടെ തന്നെയാണ്? കേരളത്തിൽ തന്നെയാണ്. സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാലും അതുപോലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം നമ്മൾ പഠിച്ചതാണ് 1084:1000 ആണ് അല്ലെ? 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ളതാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. ദെൻ സ്ത്രീ പുരുഷ അനുപാതം കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഹരിയാനയിലാണ്. 879:1000 എന്നുള്ളതാണ് ഹരിയാനയിലെ സ്ത്രീ പുരുഷ അനുപാതം. ദെൻ അതുപോലെ പട്ടികജാതി. ഓക്കെ, പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഓക്കെ, പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലും പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള മധ്യപ്രദേശിലുമാണ്. ദെൻ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശും. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഹരിയാനയുമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരായന രേഖ എന്നുള്ളതാണ് ആൻസർ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനമല്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏത് സംസ്ഥാനമാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8
8 സംസ്ഥാനങ്ങളാണ്. ഓക്കെ, 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആ 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്, കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് 8 സംസ്ഥാനങ്ങൾ പഠിക്കാം. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ. ഈ 8 സംസ്ഥാനങ്ങളാണ് എന്ത്, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. 8 സംസ്ഥാനങ്ങളാണ്. ഇത് പഠിച്ചെടുക്കാനായിട്ട് ഒരു കോഡ് യൂസ് ചെയ്യാം. മിസോറാം, ത്രിപുര അല്ലെ, ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് MT അല്ലെ, മിസോറാം, ത്രിപുര MT. ദെൻ എന്താണ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ MT MGR അല്ലെ, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ജാർഖണ്ഡ് J, ഛത്തീസ്ഗഡ് C, പശ്ചിമ ബംഗാൾ അല്ലെ, ബംഗാളാണ്, ബംഗാളിലെ ബിയും കൂടെ എടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ MT MGR JCB, MTയും MGRും JCBയിൽ കയറിയെന്നോ MTയും MGRും കൂടെ ചേർന്ന് JCB വാങ്ങാൻ പോയെന്നോ ഏതെങ്കിലും രീതിയിൽ അത് ഓർത്തെടുക്കുക. അപ്പൊ നമുക്ക് എന്താണ്, ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. MT MGR JCB അല്ലെ, MTയും MGRും കൂടെ ചേർന്ന് JCBയിൽ കയറി, അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. അപ്പൊ ഏതൊക്കെയാണ്, MT എന്ന് പറയുമ്പോൾ മിസോറാം, ത്രിപുര, MGR എന്ന് പറയുമ്പോൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. ദെൻ JCB എന്ന് പറയുന്നത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ബംഗാൾ, പശ്ചിമ ബംഗാൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോഡ് യൂസ് ചെയ്തിട്ട് അത് പഠിച്ചെടുക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതുമായ ഭാഗത്തു നിന്നും ഏതൊക്കെയാണ് മുൻവർഷ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്, 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും മധ്യയാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ദെൻ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം, അതും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്, 3214 കിലോമീറ്റർ ആണ്. അത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തെക്ക് വടക്ക് നീളം ഇത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് കുറേ തവണ കണ്ടിട്ടുണ്ട്. എന്താണ്, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 3214 കിലോമീറ്റർ ആണ് എന്ത്, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഇന്ത്യയുടെ വടക്കേ അറ്റം, തെക്കേ അറ്റം, എല്ലാ ഭാഗങ്ങളും നമ്മൾ അതിർത്തികളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് എന്താണ്, ഇന്ദിര കോൾ എന്നുള്ളതാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിര കോൾ, തെക്കേ അറ്റം ഏതായിരുന്നു, ഇന്ദിര പോയിന്റ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിര കോൾ എന്നുള്ളതാണ്. ദെൻ ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്, ഇന്ത്യയുമായി കൂടുതൽ അതിർത്തിയാണ്. ഓക്കെ, ഈ ചോദ്യം മാറിപ്പോകരുത്. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം, ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്, ചൈനയാണ് അല്ലെ. നമ്മളത് കൺഫ്യൂസ് ആവാതെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ, ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതായിരുന്നു, റാഡ് ക്ലിഫ് രേഖ അല്ലെ. റാഡ് ക്ലിഫ് രേഖയാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയ രേഖ എന്താണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. എത്രയാണ്, 82.5 ഡിഗ്രി കിഴക്ക് അല്ലേ, 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയ രേഖ. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്. ഈ 2 രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയ രേഖ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്, 2 രീതിയിലും ചോദിച്ചിട്ടുണ്ട്. 82.5 ഡിഗ്രി കിഴക്ക്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക.
ദെൻ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് പക്ഷെ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ് അല്ലെ. പടിഞ്ഞാറ് നമുക്കറിയാം ഗുജറാത്താണ്, തെക്കേ അറ്റം നമുക്കറിയാം തമിഴ്നാടാണ്, വടക്ക് ജമ്മു കാശ്മീരാണ്. ഇപ്പൊ അതെന്താണ്? കേന്ദ്രഭരണ പ്രദേശമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം പഠിച്ചിരിക്കുക. ഓക്കെ, അരുണാചൽ പ്രദേശ് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് എന്താണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്, ഉത്തരായന രേഖ. ദെൻ അടുത്തത് ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഒറീസ, ഛത്തീസ്ഗഡ്. നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. നമ്മൾ MT അല്ലെ, MT, MGR, JCB എന്നുള്ള കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വരാത്തത് ഏതാണ്? മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡും ഉണ്ട്. വരാത്തത് ഏതാണ്? ഒറീസ. അപ്പോൾ ഒറീസയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഭൂപ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളാണ് ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഇത്രയും പഠിച്ചാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. അപ്പൊ അതിൽ ഉത്തര പർവ്വത മേഖലയിൽ വീണ്ടും ഡിവിഷൻസ് ഉണ്ട്. ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാചൽ. ഇതിൽ നമ്മൾ ഹിമാലയവും കിഴക്കൻ മലനിരകളും നമുക്ക് കേട്ട് പരിചയമുണ്ട് അല്ലെ. എവിടെയാണ് കേട്ടത്? നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഹിമാലയമാണ്, ഹിമാലയൻ മലനിരകളാണ്. വടക്കു കിഴക്ക് എന്താണ്? പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളാണ്, ഈസ്റ്റേൺ ഹില്ലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഉത്തര പർവ്വത മേഖലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് മൊത്തമായിട്ട് ഇന്ന് തീരുമെന്നറിയില്ല. നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് പഠിച്ചു പോകാം. അപ്പോഴായിരിക്കും നിങ്ങൾക്കും പഠിക്കാനായിട്ട് എളുപ്പമുണ്ടാവുക. അപ്പം നമുക്ക് ഇന്ന് പറ്റാവുന്ന അത്ര നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഉത്തര പർവ്വത മേഖലയെ കുറിച്ച് നോക്കാം. ഉത്തര പർവ്വത മേഖലയുടെ 3 ഡിവിഷൻ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, അതുപോലെ തന്നെ കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞു. അതിൽ ട്രാൻസ് ഹിമാലയൻ മലനിരകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രാൻസ് ഹിമാലയൻ മലനിരകൾ ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും വടക്ക് കിഴക്കായിട്ട് കാണപ്പെടുന്ന മലനിരകളാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ് ഹിമാലയൻ മലനിരകൾ എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയൻ മലനിരകളിൽ വരുന്ന പ്രധാനപ്പെട്ട 3 പർവ്വത നിരകളെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ 3 പർവ്വത നിരകളാണ് എന്താണ്? ട്രാൻസ് ഹിമാലയൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നത്. അതിലെ സസ്കറിനെ കുറിച്ച് നമുക്ക് എന്താണ്? ട്രാൻസ് ഹിമാലയൻ മലനിരകളുടെ ഭാഗമാണ് എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതിയാകും. കാരക്കോറവും ലഡാക്കും നമുക്ക് എന്താണ്? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. കാരക്കോറം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയൻ മലനിരകളുടെ വടക്കു ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വത നിരയാണ് എന്തെന്ന് പറയുന്നത്? കാരക്കോറം പർവ്വതനിര. ട്രാൻസ് ഹിമാലയൻ മലനിരകളുടെ വടക്കു ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. ഈ കാരക്കോറം പർവ്വതനിരയിലാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ളതും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുമായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം പർവ്വതനിരയിലാണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ കൊടുമുടിയായും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുമാണ് ഏത്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത്, ആ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം പർവ്വതനിരയിലാണ്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? അതുപോലെ തന്നെ അതിന്റെ ഉയരം ചോദിച്ചിട്ടുണ്ട്. മൗണ്ട് K2വിന്റെ ഉയരം എത്രയാണ് എന്നുള്ളതും ചോദിച്ചിട്ടുള്ളതാണ്. 8611 മീറ്റർ ആണ് എന്തിന്റെ ഉയരം? മൗണ്ട് K2വിന്റെ ഉയരം. ഓക്കെ ആണല്ലോ. അപ്പൊ കാരക്കോറ പർവ്വതനിരയിലാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് K2. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിന്റെ ഉയരം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. 8611 മീറ്റർ ആണ് എന്തിന്റെ ഉയരം? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിന്റെ ഉയരം. ഓക്കെ ആണല്ലോ. അതുപോലെ ഇന്ദിരാകോൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് എന്ത്? വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാകോൾ ആണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ വടക്കേ അറ്റമാണ് കാരക്കോറം. സോ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കൂടിയാണ് എന്ത്? കാരക്കോറം പർവ്വതനിര. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റമായിട്ടുള്ള
ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. അപ്പൊ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എല്ലാം ചോദിച്ചാൽ ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. ഓക്കെ ആണല്ലോ. ദെൻ കൃഷ്ണഗിരി എന്ന് സംസ്കൃതത്തിൽ കൃഷ്ണഗിരി എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ എന്താണ് അറിയപ്പെടുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. ദെൻ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ്. കാരക്കോറം പർവ്വതനിരകളിൽ കാണപ്പെടുന്ന ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നതാണ് സിയാച്ചിൻ. അതുപോലെ ലോകത്തിലെ ഉയരമേറിയ യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ്. സിയാച്ചിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ്. റോസാപ്പൂക്കൾ സുലഭം എന്ന അർത്ഥം വരുന്ന സിയാച്ചിനാണ് ഏറ്റവും നീളമേറിയ ഹിമാനി. എവിടെ കാണപ്പെടുന്നത്? കാരക്കോറം പർവ്വതനിരകളിൽ കാണപ്പെടുന്ന ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. സിയാച്ചിന്റെ അർത്ഥം എന്താണ്? റോസാപ്പൂക്കൾ സുലഭം എന്നാണ്. സിയാച്ചിൻ എന്ന് പറയുന്ന മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിയാച്ചിനാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാലും സിയാച്ചിനാണ്. റോസാപ്പൂക്കൾ സുലഭമാണ് അർത്ഥം നമ്മൾ പറഞ്ഞു. ദെൻ സിയാച്ചിനിലൂടെ ഒഴുകുന്ന നദിയാണ് നൂബ്ര നദി. സിയാച്ചിനിലൂടെ ഒഴുകുന്ന നദിയാണ് നൂബ്ര നദി. നൂബ്ര നദി ചെന്ന് പതിക്കുന്നത് ഷ്യോക്ക് എന്ന് പറയുന്ന നദിയിലാണ്. ഷ്യോക്ക്, സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ഷ്യോക്ക് എന്ന് പറയുന്ന നദിയിലാണ് നൂബ്ര നദി ചെന്ന് പതിക്കുന്നത്. ദെൻ റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ കിം എന്ന് പറയുന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ലഡാക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് എന്തെന്ന് പറയുന്നത്? ലഡാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. തണുത്ത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ലഡാക്കാണ്. തണുത്ത ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ദ്രാസ്. ഓക്കെ, ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദ്രാസ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും തണുപ്പേറിയ പ്രദേശം കൂടിയാണ് ദ്രാസ് എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ്. ആ ദ്രാസ് ആണ് ലഡാക്കിന്റെ കവാടം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ലഡാക്കിനെ കുറിച്ച് ഇത്രയും അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് തണുത്ത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദ്രാസ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ സംസ്കൃതം നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയൻ നിരകളുടെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് പഠിച്ചു വെച്ചാൽ മതിയാകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ് ഹിമാലയൻ മലനിരകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹിമാലയൻ മലനിരകളെ കുറിച്ച് നോക്കാം. ഹിമാലയൻ മലനിരകൾ എന്ന് പറയുമ്പോൾ ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് അതിനടിയിലുള്ള തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ ഉയർന്ന് മടങ്ങി രൂപപ്പെട്ടതാണ് ഹിമാലയൻ പർവ്വതനിര എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക, ഫലകചലന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഫലകചലന സിദ്ധാന്തം അനുസരിച്ച് രൂപീകൃതമായ മടക്കു പർവ്വതമാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയൻ മലനിരകൾ എന്ന് പറയുന്നത്, ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫലകചലന സിദ്ധാന്തം അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് അതിനടിയിലുണ്ടായിരുന്ന തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ ഉയർന്ന് മടങ്ങി രൂപപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. അതായത് ഫലകചലന സിദ്ധാന്തം അനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള പർവ്വതനിരയാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയൻ നിരകൾ എന്ന് പറയുന്നത്, ഹിമാലയൻ മലനിരകൾ. ഓക്കെ ആണല്ലോ. ഈ ഹിമാലയൻ മലനിരകൾ പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2500 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയൻ മലനിരകൾ എവിടെ മുതലാണ്? പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് ഹിമാലയൻ മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്.
കിടക്കുന്നത്. ഇനി ഹിമാലയം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ്. ഓക്കെ, ഹിമാലയം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ്. ഓക്കെ ആണല്ലോ. ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞാണ്. അപ്പൊ മഞ്ഞിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാലയമാണ്. ഈ ഹിമാലയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ്. എന്തെന്ന് പറയുന്നത്? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഹിമാലയമാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം, ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഹിമാലയമാണ്. ഹിമാലയത്തിന് സമാന്തരമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പർവ്വത നിരകളാണ് ഏതൊക്കെ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ, ഈ 3 പർവ്വത നിരകളാണ് ഹിമാലയത്തിന് സമാന്തരമായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇവ ഓരോന്നിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഹിമാദ്രി, ഹിമാചലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? ഹിമാലയൻ മലനിരകൾക്ക് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിലെ ഹിമാദ്രി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഓക്കെ, ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 6000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഏറ്റവും വടക്കേ അറ്റത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഹിമാദ്രിയാണ്. ഓക്കെ, ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത്, അതായത് ഉള്ളിലായിട്ട് കാണപ്പെടുന്നതും ഏറ്റവും വലുപ്പത്തിൽ അല്ലെ ഏറ്റവും ഉയരം കൂടിയതുമാണ്. അതുകൊണ്ട് ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഹിമാദ്രിയാണ്. അതുപോലെ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര കൂടിയാണ് എന്ത്? ഹിമാദ്രി. ഓക്കെ, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഗംഗയും യമുനയും. ഓക്കെ, നമ്മളത് നദികൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ പഠിക്കും. അപ്പൊ ഗംഗ, യമുന എന്ന് പറയുന്ന 2 നദികൾ എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഹിമാദ്രിയിൽ നിന്നും. ഓക്കെ, ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഗംഗയും യമുനയും. അതുപോലെ കൊടുമുടികൾ അല്ലെ, ലോകത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള 10 കൊടുമുടികളിൽ 9 കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എവറസ്റ്റ്, കാഞ്ചൻഗംഗ, അന്നപൂർണ, അങ്ങനെയുള്ള ഗംഗാപർവ്വതം, അങ്ങനെയുള്ള കുറേ കൊടുമുടികൾ എവിടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഹിമാദ്രിയിലാണ്. ഓക്കെ ആണല്ലോ. എവറസ്റ്റ്, കാഞ്ചൻജംഗയാണ് അതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് 8850 മീറ്റർ ആണ്. ചില ബുക്കുകളിൽ 8848 മീറ്റർ എന്നും കാണാറുണ്ട്, NCERT ടെക്സ്റ്റിലൊക്കെ. അപ്പൊ അത് പഠിച്ചു വെക്കുക. 8850 അല്ലെങ്കിൽ 8848 ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ എവറസ്റ്റിന്റെ ഉയരമാണ് 8850. നമുക്കറിയാം ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടി, അതുപോലെ തന്നെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് നമുക്കറിയാം? എവറസ്റ്റ് ആണ് അല്ലെ. എവറസ്റ്റ് എന്ന് പറയുന്ന ആ പേര് അതിന് നൽകിയത് ആൻഡ്രൂ വോഗ് ആണ്. ഓക്കെ, ആൻഡ്രൂ വോഗ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് എന്ത് നൽകിയത്? എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന ആ പേര് അതിന് നൽകിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ മൗണ്ട് എവറസ്റ്റിന് ആ പേര് നാമകരണം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ആൻഡ്രൂ വോഗ് ആണ്. ഇനി നമുക്കറിയാം കാഞ്ചൻജംഗ എന്ന് പറയുന്നതിന്റെ ഉയരം 8586 കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് കാഞ്ചൻജംഗയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. ഇന്ത്യയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാഞ്ചൻജംഗ കൊടുമുടിയാണ്. അടുത്തത് ഹിമാചലാണ്. ഹിമാചൽ എന്ന് പറയുമ്പോൾ ഹിമാചലിൽ വരുന്ന പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് പീർപ്പാഞ്ചൽ പർവ്വതനിര, ദൗലധാർ, അതുപോലെ തന്നെ മഹാഭാരത് പർവ്വതനിര. പീർപ്പാഞ്ചൽ, ദൗലധാർ, മഹാഭാരത് പർവ്വതനിര. അതിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പീർപ്പാഞ്ചൽ പർവ്വതനിരയാണ് ഏറ്റവും വലിയ പർവ്വതനിര എന്ന് പറയുന്നത്. ഇനി ഹിമാചൽ എന്ന് പറയുമ്പോൾ ലെസർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഹിമാദ്രി പറഞ്ഞു എന്താണ്? ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്ന ഹിമാദ്രിയാണെന്ന് പറഞ്ഞു. അതുപോലെ ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിമാചലാണ്. ഹിമാചലാണ് ലെസർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
കാശ്മീർ, കുളു, കാങ്ക എന്ന് പറയുന്ന താഴ്വരകൾ, ഓക്കെ, ഹിമാചലിൽ കാണപ്പെടുന്നതാണ് കാശ്മീർ, കുളു, കാങ്ക എന്ന് പറയുന്ന താഴ്വരകൾ. അതുപോലെ തന്നെ ചില സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? സിംല, മസൂറി, നൈനിറ്റാൾ, ഓക്കെ, സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്ന് തുടങ്ങുന്ന സുഖവാസ കേന്ദ്രങ്ങൾ. അതുപോലെ പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്ന് തുടങ്ങുന്ന മരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചലിലാണ്. അപ്പോൾ ഹിമാചലിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? കാശ്മീർ, കുളു, കാങ്ക തുടങ്ങിയ താഴ്വരകൾ, സിംല, മസൂറി, ഡാർജിലിംഗ് തുടങ്ങിയ എന്താണ് സുഖവാസ കേന്ദ്രങ്ങൾ, പൈൻ, ദേവദാരു, ഓക്ക് തുടങ്ങിയ മരങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാചലിലാണ് കാണപ്പെടുന്നത്. അടുത്തത് എന്താണ്? സിവാലിക്, അല്ലെ? സിവാലിക് എന്ന് പറയുമ്പോൾ സിവാലിക്, ശിവ, ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്ന പർവ്വതനിരയാണ് എന്തെന്ന് പറയുന്നത്? സിവാലിക്. സിവാലിക്, ശിവ എന്ന് പറയുമ്പോൾ ശിവന്റെ തിരുമുടി എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന അർത്ഥം വരുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിവാലിക് ആണ്. സിവാലിക് ആണ് എന്ത്? ഹിമാലയത്തിന്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന പർവ്വതനിര, ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് സിവാലിക്. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 1220 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, സിവാലിക്കിന്റെ ഉയരം 1220 മീറ്റർ ആണ്. അപ്പൊ ഏറ്റവും തെക്കേ അറ്റത്തായിട്ട്, ഹിമാലയത്തിന്റെ തെക്കേ അറ്റത്തായിട്ട് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് എന്തെന്ന് പറയുന്നത്? സിവാലിക്. സിവാലിക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ശിവന്റെ തിരുമുടി എന്നാണ് അർത്ഥം വരുന്നത്. ദെൻ ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നതാണ് എന്ത്? സിവാലിക്. നമ്മൾ ഗ്രേറ്റർ, ഇന്നർ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി, ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചൽ, അതുപോലെ ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് എന്താണ്? സിവാലിക് ആണ്. ഇനി നമുക്കറിയാം സിവാലിക്കിന്റെ താഴെ അരുവികളും പാറകളും കളിമണ്ണും ഒക്കെ എന്താണ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം കാണപ്പെടും. അതിനെ പറയുന്ന പേരാണ് ഭാബർ. എന്താണ്? ഭാബർ എന്നാണ് അറിയപ്പെടുന്നത്. സിവാലിക്കിന്റെ താഴെ അരുവികളും പാറകളും കളിമണ്ണും ഒക്കെ നിറഞ്ഞിട്ടുള്ള പ്രദേശം ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഭാബർ എന്ന് പറയുന്നത്. ഇനി സിവാലിക് എന്ന് പറയുന്ന പർവ്വതനിരകളിൽ അല്ലെങ്കിൽ താഴ്വരകളിൽ എന്താണ് കൃഷി ചെയ്യുന്നത്? നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം എന്നിവയൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഈ സിവാലിക്കിന് ലംബമായിട്ട് കാണപ്പെടുന്ന എന്താണ് താഴ്വരകളെ പറയുന്ന പേരാണ് ഡൂണുകൾ. ഓക്കെ, ഡൂണുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, കുറേ തരം ഡൂണുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഡൂൺ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. ഓക്കെ ആണല്ലോ. സിവാലിക്കിന് ലംബമായിട്ട് കാണപ്പെടുന്ന താഴ്വരകളെ പറയുന്ന പേരാണ് ഡൂണുകൾ. അതിൽ ഏറ്റവും വലിയ ഡൂൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡെറാഡൂൺ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഹിമാലയൻ മലനിരകളിൽ വരുന്നത്. ഹിമാലയൻ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കിയിട്ട് ഹിമാലയത്തെ 4 ആക്കി തിരിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. ഓക്കെ ആണല്ലോ. നദീ താഴ്വരകൾ അനുസരിച്ചിട്ട് ഹിമാലയത്തെ 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. അതിലെ പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് സിന്ധു മുതൽ സത്ലജ് വരെയാണ്. ഓക്കെ, സിന്ധു മുതൽ സത്ലജ് വരെയുള്ളതാണ് പഞ്ചാബ് ഹിമാലയ. ദെൻ കുമയൂൺ എന്ന് പറയുന്നത് സത്ലജ് മുതൽ കാളി വരെയാണ്. ഓക്കെ, സത്ലജ് മുതൽ കാളി. ദെൻ നേപ്പാൾ എന്ന് പറയുന്നത് കാളി മുതൽ ടീസ്റ്റ എന്ന് പറയുന്ന നദി വരെയാണ്. ദെൻ അസം എന്ന് പറയുന്നത് ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര, അല്ലെ, ബ്രഹ്മപുത്രയിലാണ് അവസാനിക്കുന്നത്. സിന്ധു മുതൽ ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഹിമാലയത്തെ പറഞ്ഞത്, അല്ലെ. സിന്ധു മുതൽ, പടിഞ്ഞാറ് സിന്ധു മുതൽ എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു? ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പഠിച്ചിരിക്കുക. പഞ്ചാബ്, കുമയൂൺ, നേപ്പാൾ, അസം എന്ന് പറയുന്ന 4 തരം ഹിമാലയമാണ് നദീ താഴ്വരകൾക്ക് അനുസരിച്ചുള്ളത്. അതിലെ പഞ്ചാബ് ഹിമാലയം എന്ന് പറയുമ്പോൾ സിന്ധു, സത്ലജ്, അല്ലെ, സാസ അങ്ങനെ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ എന്താണ് സിന്ധു, ഇവിടെ ഒരു എസ്, ഇവിടെ ഒരു എസ്, പഞ്ചാബാണ്. അപ്പോൾ SPS ഒന്ന് ഓർത്തിരിക്കുക. SPS ഒന്ന് ഓർത്തിരുന്നാൽ എന്താ ഈ പഞ്ചാബ്, അല്ലെ, SPS എന്ന് പറയുന്നതാണ് പഞ്ചാബ് ഹിമാലയം, സിന്ധു, സത്ലജ്. ഇനി അടുത്തത് എന്താണ്? കുമയൂൺ എന്ന് പറയുന്നത് സത്ലജ് കാളിയാണ്. ഓക്കെ, സത്ലജ് കാളിയാണ്. SKK, അല്ലെ, കാളി, കുമയൂൺ, KK എന്നുള്ളതാണ്. ദെൻ ഇവിടെ സത്ലജ് ആണ്. അടുത്തത് തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? സത്ലജിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല. ദെൻ ഇവിടെ കാളിയിൽ നിന്നാണ് നിർത്തിയത്. ദെൻ ഇവിടെ കാളിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ദെൻ T വരെ, അല്ലെ, KNT.
ഓക്കെ ആണല്ലോ. അപ്പോൾ കാളി ടീസ്റ്റ, ദെൻ ഇവിടെ ടീസ്റ്റയിൽ നിന്ന് തുടങ്ങി ബ്രഹ്മപുത്രയിലാണ് അവസാനിക്കുന്നത്. ടാബ് അങ്ങനെ എന്തെങ്കിലും ലെറ്റർ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പഞ്ചാബ്, കുമയൂൺ, നേപ്പാൾ, അസം എന്നിങ്ങനെ 4 ആക്കിയിട്ടാണ് ഹിമാലയത്തെ എന്തിനനുസരിച്ചിട്ട് നദി താഴ്വരകൾക്കനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കിഴക്കൻ മലനിരകളെ കുറിച്ച് പഠിക്കാം. കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു കിഴക്കായിട്ട് കാണപ്പെടുന്ന അല്ലെ അരുണാചൽ പ്രദേശിന്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നതാണ് കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാചൽ അഥവാ ഈസ്റ്റേൺ ഹിൽ എന്ന് പറഞ്ഞു. അപ്പോൾ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് ഉയരം കുറഞ്ഞ അല്ലെ താരതമ്യേന ഉയരം കുറഞ്ഞിട്ടുള്ള പർവ്വതനിരകളാണ് എന്തെന്ന് പറയുന്നത് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ധാരാളം ചെറിയ ചെറിയ കുന്നുകളൊക്കെയാണ് അവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് നാഗാ കുന്നുകൾ, ത്രിപുര കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. ഓക്കെ, ഇവയെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ മലനിരകളിലാണ്. നാഗാ കുന്നുകൾ, ത്രിപുര കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ഖാസി, ഗാരോ, ജയന്തി കുന്നുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ മലനിരകളിലാണ്. ഇതിലെ ഈ നാഗാ കുന്നുകൾ എന്ന് പറയുന്ന പ്രദേശത്ത് കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി. നാഗാ കുന്നുകളിൽ കാണപ്പെടുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഈ കുന്നുകളെ കൂടാതെ നിബിഡമായിട്ടുള്ള ഉഷ്ണമേഖല മഴക്കാടുകൾ എവിടെ കാണപ്പെടുന്നുണ്ട്? കിഴക്കൻ മലനിരകളിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നിബിഡമായിട്ടുള്ള ഉഷ്ണമേഖല മഴക്കാടുകൾ കൂടി കാണപ്പെടുന്നുണ്ട് എവിടെ? കിഴക്കൻ മലനിരകളിൽ. ഇനി നമ്മൾ പറഞ്ഞു ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ കാണപ്പെടുന്നുണ്ട്. അത് എവിടെയാണ് വരുന്നത്? മേഘാലയയിലാണ് വരുന്നത്. ഓക്കെ, മേഘാലയയിലാണ് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ കാണപ്പെടുന്നത്. ഇവിടെ ഖാസി പറഞ്ഞു അല്ലെ, ഖാസി കുന്നുകളിലാണ് മൗസിൻഡ്രാം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് മൗസിൻഡ്രാം എന്ന് പറയുന്നത് ലോകത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എവിടെ? മൗസിൻഡ്രാം എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിയിലെ തന്നെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യമായിട്ട് ഒരു സ്ഥാനം ലഭിച്ചത് ഏത് പ്രദേശത്തിനാണെന്ന് ചോദിച്ചാൽ ഏതാണ് വിശേഷണം ലഭിച്ചത്? ചിറാപുഞ്ചിക്കാണ്. ഓക്കെ, ഭൂമിയിലെ തന്നെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യമായി വിശേഷണം ലഭിച്ച പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്ര. സോഹ്ര എന്നുള്ളതാണ് ചിറാപുഞ്ചിയുടെ പുതിയ പേര്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് മൗസിൻഡ്രാം. ഈ മൗസിൻഡ്രാം അതുപോലെ തന്നെ ചിറാപുഞ്ചി, ഭൂമിയിലെ തന്നെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് വിശേഷണം ലഭിച്ച ചിറാപുഞ്ചി, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖാസി കുന്നുകളിലാണ്. ഓക്കെ, ഖാസി കുന്നുകളിലാണ്. മൗസിൻഡ്രാം അതുപോലെ തന്നെ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖാസി കുന്നുകളിലാണ്. അപ്പോൾ ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് മൗസിൻഡ്രാമും ചിറാപുഞ്ചിയും രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖാസി കുന്നുകളിലാണ്, മേഘാലയയിലെ ഖാസി. ഇനി നമ്മൾ ചിറാപുഞ്ചി എന്ന് പറഞ്ഞു അല്ലെ, ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് പറഞ്ഞു. ഈ നമ്മുടെ കേരളത്തിലെ ചിറാപുഞ്ചി നമുക്കറിയാം എവിടെയാണ്? ലക്കിടി അല്ലെ, ലക്കിടി, വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി. എന്നാൽ ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അങ്കുബെയാണ്. അങ്കുബെ ഓക്കെ ആണല്ലോ. കർണാടകയിലെ അങ്കുബെയാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലെ ലക്കിടിയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കിഴക്കൻ മലനിരകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എടുത്തതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.